നീണ്ട ആഗ്രഹങ്ങൾ, ദുനിയാവിൽ കുറേ കാലം ജീവിക്കുമെന്ന അർത്ഥത്തിലുള്ള വീട് നിർമ്മാണം, കുറേ കാലം ജീവിക്കുമെന്നുള്ള ആഗ്രഹത്തിലുള്ള കുറേ ബിസിനസ്സുകൾ, ഇതല്ല നമ്മൾ വീടെടുക്കേണ്ടത് പരലോകത്താണ്. അവിടെ ഒരു വീടെടുക്കണം, അവിടെ വീട് നമ്മൾ സെറ്റാക്കണം. മഹാന്മാരതാണ് ചെയ്തത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിറഔനിന്റെ പീഡനങ്ങൾ എത്ര ഏറ്റിട്ടും ആദർശത്തൊന്നും മാറിയില്ലല്ലോ. മാറിയോ? ഇല്ല. 4 ആണി എടുത്തിട്ട് ഫിറഔന് ആസിയ ബീവിന്റെ കൈക്കും കാലിലും അടിച്ചത്രേ. അന്നേരം മഹദി പറഞ്ഞത്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ നിന്റെ അടുത്തൊരു വീട് നൽകണേ. വീടെല്ലാവർക്കും കിട്ടുമായിരിക്കും സ്വർഗത്തിൽ, പക്ഷെ അത് വേണ്ട, നിന്റെ അടുത്തൊരു വീട് വേണം. അത് ഞാൻ എന്തും സഹിച്ചോളാം. ഭർത്താവ് തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് തെറ്റിന് കൂടെ നിൽക്കരുത് എന്ന ചരിത്രമാണ് മഹദിയിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന പെണ്ണിനെ വംറത്തുഹു ഹമ്മാലത്തൽ ഹത്തബ് എന്നാക്ഷേപിച്ചത് ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂടെ നിന്നതാ. ആലിമീങ്ങളെ കുറ്റം പറയുന്ന, തങ്ങന്മാരെ പരിഹസിക്കുന്ന ഭർത്താവിന്റെ കൂടെ നിന്ന പെണ്ണ ഉമ്മു ജമീൽ. അപ്പോൾ നരകത്തിൽ ഭർത്താവിന്റെ കൂടെയായി. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ജാമന്നുണ്ടാവും, അങ്ങനെ മഹറമെന്ന് നോക്കി നടക്കുകയും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ ദീൻ ഹിമ്മത്തോടെ കൊണ്ട് നടക്കുന്ന പെണ്ണിൻ്റെ ഉദാഹരണമാണ് സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ. നമ്മളെ മക്കളൊക്കെ ദീൻ പഠിക്കണം, വിശേഷിച്ച് പെൺകുട്ടികൾ ദീൻ നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലും അവിടുന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തത് നിങ്ങൾ സ്ത്രീകളെ നന്നായി പരിഗണിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മഹാന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താ തങ്ങൾ ലാസ്റ്റത്തെ വസിയത്തിൽ പോലും സ്ത്രീകളെ ഉൾപ്പെടുത്തിയത്? അവർ പാവങ്ങളാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുമ്പോൾ വേദനിപ്പിക്കും, മനസ്സ് തളർന്നു പോകാൻ സാധ്യത ഉള്ളവരാണ്. അവരെ വേദനിപ്പിക്കരുത്. ഭാര്യമാര് പീഡിപ്പിക്കപ്പെടാൻ കാരണമാവരുത്. നമ്മളാരും നല്ലവരായി മാറണം. പെൺകുട്ടികൾ നന്നായി പഠിക്കണം. സുയൂത്ത് ഇമാമിന്റെ ഒക്കെ 40-ലധികം ഉസ്താദത്തുമാരുടെ ചരിത്രമുണ്ട്, ഷെയ്ഖത്തുമാരുണ്ട്. അപ്പം നമ്മളെ മക്കളൊക്കെ പഠിക്കണം. സനൂസി ഇമാം റഹിമഹുല്ലാ, അവരുടെ ഉപ്പ വഫാത്തായപ്പോൾ സനൂസി ഇമാമിന്റെ ഉപ്പാനോട് ഒരാൾ സ്വപ്നത്തിൽ ചോദിക്കേണ്ടത്, എന്താ അവസ്ഥ? സ്വർഗത്തിൽ വലിയ ദർജ കിട്ടിയത്. എന്തേ കാരണം എന്ന് വെച്ച്, എൻ്റെ മോൻ്റെ ആലോചന എമ്മാതിരി ആലോചന, എൻ്റെ മോന് പണ്ഡിതനല്ലേ, എന്തൊക്കെയാ ദീനിനെ കുറിച്ച് ആലോചിക്കണത്, അതിൻ്റെ ബർക്കത്താണ് എനിക്ക് അള്ളാഹു തന്നത്. അപ്പം നമ്മളെ മക്കൾ വലിയ ആലോചന നടത്തുന്നവരാവണം, ദീനീ പ്രവർത്തകരാവണം, വലിയ ആലിമാവണം. 4-ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാവേണ്ടവരല്ല നമ്മളെ മക്കൾ. ആ മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങുന്നവരിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.